എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞതൊരു പാട്ട് വെച്ചിട്ടാണ്. അപ്പോൾ സാർ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കമൻറ്റാണ് അതിന് പറഞ്ഞത്. സാർ പറഞ്ഞു ഇനി പാട്ട് പാടി നമുക്ക് ഗവൺമെൻറ് സർവീസിലെ ഫംഗ്ഷൻസിലൊക്കെ കാണാം. പക്ഷേ അച്ഛൻ ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയിരുന്നു എന്ന് തോന്നുന്നു. കാരണം ആദ്യത്തെ 1, 2, 3 പേര് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛന് ഭയങ്കര വിഷമം. എന്നിട്ട് അയ്യോ അപ്പം ഇനി ഇതിലില്ലേ, പിന്നെ 4ാമത്തെ പേര് വന്നപ്പോഴാണ് അച്ഛന് ഭയങ്കര ഹാപ്പി. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഒരു അൾട്ടിമേറ്റം കൊടുത്താണ് പലരും മക്കളെ സിവിൽ സർവീസ് പഠനത്തിന് വിടുന്നത്. 1 വർഷത്തിനുള്ളിൽ ക്ലിയർ ചെയ്യാമെങ്കിൽ ക്ലിയർ ചെയ്തോളൂ, അല്ലെങ്കിൽ അടുത്ത വർഷം കല്യാണമാണ്. പിന്നെ അടുത്ത് പറയുന്നത് ലീഡ് IAS എല്ലാ ദിവസവും ഇറക്കിയിരുന്ന ക്വസ്റ്റ്യൻസ് അത് നോക്കുമായിരുന്നു. അത് ശരിക്കും കോൺഫിഡൻസ് ലെവൽ ശരിക്കും കൂട്ടി. ലീഡിലും അങ്ങനെയാണ് ഞാൻ വന്ന് പെടുന്നത്. ആൻഡ് ഇവിടെ വന്നപ്പോൾ സംഭവിച്ചത് എന്താ പറഞ്ഞാൽ, സാധാരണ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒരു മോക്ക് ഇൻ്റർവ്യൂ നടത്തും, ഫീഡ്ബാക്ക് തരും, നമ്മൾ പറഞ്ഞു വിടും, അതാണ് അവരുടെ രീതി. പക്ഷേ ഇവിടെ ഞാൻ കണ്ടത് ഒരു 1 month ലോങ് പ്രോസസ്സ് ആണ് ഇൻ്റർവ്യൂവിന് വേണ്ടി നിങ്ങൾ ഒരുക്കിയിരുന്നത്. ഇത്തവണത്തെ KS പരീക്ഷയിൽ 2ഉം 4ഉം റാങ്ക് നേടിയവരാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത്. 2ാം റാങ്ക് കിട്ടിയ നന്ദനയും 4ാം റാങ്ക് കിട്ടിയ ആതിരയും. 2 പേരും ലീഡ് IASലെ ഇൻ്റർവ്യൂ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. എങ്ങനെയാണ് പഠിച്ചതെന്നും എങ്ങനെയാണ് എഫക്റ്റീവിൽ ഒരു ഉത്തരത്തിലേക്ക് കൊണ്ടുവന്നതെന്നും എങ്ങനെയാണ് നല്ല രീതിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് ഈ ഇൻ്റർവ്യൂവിൽ പങ്കുവെക്കുന്നത്. ആദ്യം തന്നെ ഇവരൊന്ന് പരിചയപ്പെടുത്താം. നന്ദന ഹൈദരാബാദിലുള്ള IFLUവിൽ നിന്നും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ബിരുദാനന്തര ബിരുദം കഴിഞ്ഞു. ആതിര NIT കാലിക്കറ്റിൽ നിന്നും ടെലികോം എഞ്ചിനീയറിംഗിൽ MTech കഴിഞ്ഞു. അതിനുശേഷം 2 പേരും എനിക്ക് തോന്നുന്നു വളരെ കാലം സിവിൽ സർവീസ് എന്ന് പറയുന്ന സ്വപ്നത്തിൻ്റെ പുറകെ പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 2016 മുതൽ തന്നെ തുടങ്ങിയ ഒരു ശ്രമമാണ് ഇതിപ്പോൾ ഒരു 5 വർഷത്തിന് ശേഷം ഇങ്ങനെയൊരു നല്ലൊരു കാര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആതിരയാണെങ്കിൽ 2016 തൊട്ട് തിരുവനന്തപുരത്ത് പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. 2 പേരും തിരുവനന്തപുരം സ്വദേശിനികളാണ്. അപ്പം അവരാണിന്ന് നമ്മുടെ കൂടെ അവരുടെ രഹസ്യങ്ങൾ, പഠന രഹസ്യങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഉള്ളത്. ലീഡ് IASന് ഒരുപാട് സന്തോഷമുള്ള ഒരു മൊമെൻ്റാണ്. കൺഗ്രാജുലേഷൻസ് ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ ഒരു പ്രോഗ്രാമിൽ, ഇൻ്റർവ്യൂ പ്രോഗ്രാമിൽ നിങ്ങൾ 2 പേരും പാർട്ടായിരുന്നു എന്നുള്ളത്. ആദ്യം നന്ദനയോട് തന്നെ ഞാൻ ചോദിക്കട്ടെ. അപ്പം ഇതിനകത്തെ ഏറ്റവും ആദ്യം ചോദിക്കാനുള്ളത്, ഇറ്റ് വാസ് വെരി ലോങ്, ലൈക്ക് 2016 സ്റ്റാർട്ട് ചെയ്തു, 2017 സ്റ്റാർട്ട് ചെയ്തു, 2017 സ്റ്റാർട്ട് ചെയ്തു, ആൻഡ് ഇറ്റ് ടുക്ക് ഓൾമോസ്റ്റ് 4 years ടു റീച്ച് ഹിയർ അല്ലേ. അപ്പം എങ്ങനെയായിരുന്നു ഈ പ്രോസസ്സ് മാനേജ് ചെയ്തത് ഈ ലോങ് പീരീഡ് ഓഫ് ടൈം? വാട്ട് കെപ്റ്റ് യു എൻഗേജ്ഡ്? 2017 തൊട്ട് ലൈക്ക് യു സെഡ് ഞാൻ സിവിൽ സർവീസിന് പഠിച്ചു തുടങ്ങിയിരുന്നു. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് തന്നെയുള്ള ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ആദ്യം ഓൾമോസ്റ്റ് ഒരു വർഷത്തെ കോഴ്സ് ചെയ്തത്. അത് കഴിഞ്ഞ് ഐ ഗേവ് മൈ പ്രിലിംസ്. ഐ ഹാഡ് നോ ക്ലൂ അബൌട്ട് ഹൗ ദിസ് എക്സാം വാസ്. അപ്പോൾ ഇറ്റ് ഡിഡ്ന്റ് വർക്ക് ഔട്ട്. പക്ഷേ സിവിൽ സർവീസിന് പഠിക്കുന്ന ആർക്കും അറിയാവുന്ന കാര്യമാണ്, തോൽവിയെ നമ്മൾ എന്താ പറയുക എംബ്രേസ് ചെയ്യാൻ പഠിക്കണം. സോ ആ ഒരു എന്താ പറയുക ഒരു ഇമോഷനിൽ I kept going forward, and then maybe I think I fell into the black hole of UPSC. Actually the process is so interesting. ഒരുപാട് നമ്മൾ കോളേജ് തലത്തിൽ അല്ലെങ്കിൽ സ്കൂൾ തലത്തിൽ വായിക്കുന്നതിനേക്കാളും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്ന, ലോകത്തിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പറ്റി ഒരു അറിവാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ പ്രോസസ്സ് അത്ര ബോറായി തോന്നിയില്ല, ഒരിക്കലും മടുപ്പ് തോന്നിയില്ല. പഠിച്ചുകൊണ്ടേയിരുന്നു, എന്തെങ്കിലും ഒരു റിസൾട്ട് കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിൽ പഠിച്ചുകൊണ്ടിരുന്നു. ഇറ്റ് വാസ് നോട്ട് ഈസി, ഇറ്റ് വാസ് ടാക്സിങ് അറ്റ് ടൈംസ്. ഒരുപാട് സ്ട്രെസ് ഉണ്ടായിരുന്നു. പക്ഷേ somehow God gave me the strength to keep going on. And I think being optimistic, I don't know, I mean ഓരോ അറ്റംപ്റ്റ് കഴിയുമ്പോഴും അല്ലേ. Now it is easy to be optimistic. In retrospect it is easy, but yeah, optimism had been there. അല്ലെങ്കിൽ വരാൻ പറ്റില്ല, നമുക്ക് മുമ്പിലേക്ക് പോകാൻ പറ്റില്ല. ആതിരയ്ക്കോ? ഇത് കുറച്ചുകൂടി ലോങ് ജേണിയാണ്. ഇപ്പോൾ 2016 ആദ്യമായിട്ട് പഠിച്ചിട്ട് എഴുതുമ്പോൾ പക്ഷേ അന്ന് തീർത്തും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കറക്റ്റ് ചെയ്ത് ഇതാണ് ഫോളോ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആദ്യത്തെ വട്ടം പ്രിലിംസ് ഫെയിലായപ്പോൾ ഒന്നും തോന്നിയില്ല, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എന്നുള്ളത്. പിന്നെ സെക്കൻഡ് എഴുതിയപ്പോൾ പ്രിലിംസ് ക്ലിയറായി. അപ്പോഴും മെയിൻസിനെ പറ്റി വലിയ ഐഡിയ ആ സമയം ഇല്ലായിരുന്നു. മെയിൻ റീസൺ ഞാൻ ഇതിലേക്ക് പ്രിപ്പറേഷനിലേക്ക് വരുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ലക്ഷ്യം അങ്ങനെ വെച്ചിട്ട് വന്നതല്ല. അപ്പോൾ ഇതിൽ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടാണ് പതുക്കെ ഞാൻ ഇതിനെപ്പറ്റി മനസ്സിലാക്കി. അങ്ങനെ ഈ പ്രിപ്പറേഷൻ ഫേസിലൂടെയാണ് ഞാൻ എൻ്റെ ഡ്രീം വളർത്തിയെടുത്തതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതിനനുസരിച്ച് അതുകൊണ്ട് തന്നെ ഫെയിൽവേഴ്സ് എനിക്ക് തുടക്കത്തിലൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ സെക്കൻഡ് മെയിൻസ് എഴുതുമ്പോൾ അതും കുറച്ച് മാർക്സിന് ആണ് ഫെയിലായത്. അപ്പോൾ ശരിക്കും കോൺഫിഡൻസ് കൂടിയതേ ഉള്ളൂ. പിന്നെ അടുത്ത തേർഡ് എഴുതുമ്പോൾ പ്രിലിംസിൽ പോയി. അപ്പോൾ ഭയങ്കര ബ്രേക്ക് ഡൗൺ പോലെ തന്നെയായിരുന്നു, ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ എങ്കിലും വിശ്വാസം ഉണ്ടായിരുന്നു പറ്റുമെന്ന്. പിന്നെ അടുത്തിന് ഫോർത്ത് പ്രിലിംസ് എഴുതുമ്പോൾ അത് കിട്ടി, മെയിൻസും കിട്ടി. പിന്നെ ഇൻ്റർവ്യൂ സ്റ്റേജ് എത്തുമ്പം പിന്നെ അതുപോലെ തന്നെ ആദ്യമായിട്ട് പോകുന്നതാണ്, കോൺഫിഡൻസ് തീരെ ഇല്ലായിരുന്നു. അതുപോലെ തന്നെ മാർക്സും വളരെ കുറവായിരുന്നു. അങ്ങനെ 3 മാർക്സിന് UPSC അതിലൊന്നും ഔട്ടായി.
പിന്നെ അതിനുശേഷമാണ് ഓപ്ഷണൽ മാറ്റാമെന്ന് വിചാരിച്ചിട്ട് അടുത്ത ഇയർ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ എക്സാം അതിന് ഇടയിലൂടെ ഇങ്ങനെ നമ്മൾ അറിയാതെ കടന്നു പോയതുപോലെ ആണ്. പിന്നെ അങ്ങനെ ഒരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് പോലെ ഇതങ്ങ് സംഭവിച്ചു. അതെ. ഇപ്പം ഈ അച്ചീവ്മെൻറ്റിന് ശേഷം ക്യാൻ യു ജസ്റ്റ് കണക്ട് ദ ഡോട്ട്സ് ബാക്ക്വേർഡ്? അതായത് ഇപ്പം ഈ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടുന്നതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു ത്രൂ ഔട്ട് ദ യുവർ എഡ്യൂക്കേഷൻ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് വിശദീകരിക്കുക. ഇപ്പോൾ ആതിര പറയുന്നത് കേട്ടിട്ട് ഞാൻ ആലോചിക്കുകയായിരുന്നു, ആതിരയ്ക്ക് ഇത്രയും മുമ്പിലേക്ക് പോകാൻ എന്താ പറയുക, ഇപ്പം മെയിൻസിന് ഇത്ര മാർക്കിന് മിസ്സായി, ഇൻ്റർവ്യൂവിന് ഇത്ര മാർക്കിന് മിസ്സായി എന്നൊരു കോൺഫിഡൻസ് ആതിരയ്ക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഐ എം ഹാപ്പി ഫോർ ഹർ. പക്ഷേ എൻ്റെ കേസിൽ ഐ ബീൻ സ്റ്റാൻഡിങ് അറ്റ് ദ സെയിം സ്പോട്ട് ഫോർ 4 long years ആൻഡ് ഇറ്റ് ഓൾവേസ് ഫെൽറ്റ് ദറ്റ് ഐ എം നോട്ട് മൂവിങ് ഫോർവേഡ് അറ്റ് ഓൾ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അറിയില്ലായിരുന്നു പലപ്പോഴും ഇത് ഒരു റൈറ്റ് ചോയ്സ് ആയിരുന്നോ എന്നുള്ളത് അറിയില്ലായിരുന്നു. പക്ഷേ ഇൻ റെട്രോസ്പെക്റ്റ് അഗൈൻ വാട്ട് ഐ ഫൗണ്ട് ഇസ് ദാറ്റ് ഞാൻ പലപ്പോഴും മുമ്പിലേക്ക് പോകുന്നില്ല എന്ന് ഞാൻ വിചാരിച്ച സിറ്റുവേഷൻസിലെല്ലാം ഐ വാസ് ആക്ച്വലി കീപ്പിംഗ് ഗോയിങ് ഓൺ ഫോർവേഡ്. ഞാൻ മുമ്പിലേക്ക് തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതെനിക്ക് മനസ്സിലായത് KS-ൻ്റെ പരീക്ഷ എഴുതിയപ്പോഴാണ്. ആദ്യമായിട്ടാണ് എനിക്ക് മെയിൻസ് ഡിസ്ക്രിപ്റ്റീവ് എക്സാം എഴുതാനൊരു ചാൻസ് കിട്ടുന്നത്. പക്ഷേ എല്ലാ വർഷവും പ്രിലിംസ് കിട്ടാതിരിക്കുമ്പോഴും ഞാൻ വേണ്ട മതിയാക്കാം, അല്ലെങ്കിൽ അടുത്ത പ്രിലിംസിന് പഠിക്കാം എന്നല്ല ഞാൻ വിചാരിച്ചത്. ഞാൻ ഓക്കെ എന്തെങ്കിലും എനിക്ക് കിട്ടും, മെയിൻസ് എക്സാം എഴുതേണ്ടി വരും, ഞാൻ മെയിൻസ് ടെസ്റ്റ് സീരീസ് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ മെയിൻസ് ആൻസർ റൈറ്റിംഗ് ജോയിൻ ചെയ്യാം, എങ്ങനെയാണ് ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സ് എഴുതുന്നതെന്ന് പഠിക്കാം. കാരണം UPSC-യിലാണെങ്കിലും KS-ലാണെങ്കിലും മെയിൻസിൻ്റെ മാർക്കാണ് ഡിറ്റർമിനിങ് ഫാക്ടർ. അതുകൊണ്ട് ഞാൻ തീർച്ചയായും അതിലേക്ക് തന്നെ പോയി, തിരിച്ച് പ്രിലിംസിലേക്ക് പോവാതെ അതിലേക്ക് തന്നെ പോയി. ആൻഡ് ഇറ്റ് വർക്ക്ഡ് ഔട്ട് ഇൻ ദി എൻഡ്. മെയിൻസിന് KS-ന് എനിക്ക് അത്യാവശ്യം മാർക്ക് കിട്ടിയത് ആ ഒരു റൈറ്റിംഗ് പ്രാക്ടീസ് കാരണം മാത്രമാണ്. സോ ഐ എം ഹാപ്പി ദാറ്റ് ഐ ടുക്ക് ദ റൈറ്റ് ഡിസിഷൻസ് ആൻഡ് ദാറ്റ് ഐ ലിസൺ ടു മൈ മെൻറ്റേഴ്സ് അറ്റ് all this time I listened to these mentors and ആ എഴുത്ത് പരിശീലനം തന്നെ നേടി. അതാണ് KS-നും ഡിസൈസീവായി വന്നത്. ഓക്കെ. ആതിരയുടെ കാര്യത്തിലും എന്തൊക്കെയാണ് പോസിറ്റീവായിട്ട് പിന്നോട്ട് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു സ്ട്രാറ്റജി ഞാൻ തന്നെ ജയിച്ച് വന്നതുപോലെ എനിക്ക് തോന്നുന്നത്. കൂടുതൽ സ്പൂൺ ഫീഡിങ്ങിന് പകരം ഞാൻ തന്നെ എൻ്റെ വഴി കണ്ടെത്തി വന്നതുപോലെ എനിക്ക് തോന്നി. ഇതിപ്പോൾ കുറേ സമയം എടുത്തെങ്കിലും അതെനിക്കൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ തോന്നുന്നു. പിന്നെ എന്താണ് ഓരോ സമയം ഓരോ റൈറ്റിംഗ് പ്രാക്ടീസ്, അതായത് ഓരോ മെയിൻസ് എഴുതുമ്പോഴും കിട്ടിയ നോളജ് തന്നെയാണ് ഇതിനും എനിക്ക് യൂസ് ആയത്. അപ്പോൾ I totally, if I can interject, I totally agree with her on that. കാരണം ഞാൻ അതിരെ ഒരു 4 വർഷം മുമ്പ് ഞാൻ അതിരെ കണ്ടിട്ടുണ്ട്. ഇതുപോലെ UPSC സർക്കിളിൽ വെച്ചാണ് കണ്ടത്. അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു സ്വന്തമായി പഠിച്ചാണ് പ്രിലിംസ് പാസ്സായത്, ഒരു കോഴ്സിന് ജോയിൻ ചെയ്തല്ല പ്രിലിംസ് പാസ്സായത്. ആൻഡ് ഐ ഫെൽറ്റ് വെരി ഇംപ്രസ്ഡ്. കാരണം നമ്മൾ പലപ്പോഴും ഞങ്ങൾക്ക് എല്ലാവർക്കും കടക്കാൻ ബുദ്ധിമുട്ടുള്ള കടമ്പ പ്രിലിംസാണ്. അപ്പോൾ അത് ഒരാൾ സ്വന്തമായി പഠിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. പ്രിലിംസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് KS-ൻ്റെ ഓരോ സ്റ്റേജ് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് കൊടുക്കുക. കാരണം വെച്ചാൽ ഇനി ഒരു നോട്ടിഫിക്കേഷൻ കൂടെ ഉണ്ടാവും, കുട്ടികൾക്ക് ആകാംക്ഷ ഉണ്ടാവും എങ്ങനെ പഠിക്കണം എന്നുള്ളത്. എസ്പെഷ്യലി UPSC ബാക്ക്ഗ്രൗണ്ടിലുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ടാവാം. അപ്പം ഇതിൻ്റെ പ്രിലിമിനറി പരീക്ഷ ഒരുപാട് പേരെ ക്വാളിഫൈ ചെയ്യുന്നുണ്ട്, 2000-ഓളം പേരെ. എന്നാലും പ്രിലിമിനറി പരീക്ഷയ്ക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്യണോ അതോ UPSC-യുടെ തന്നെ ഫോളോ ചെയ്താൽ മതിയോ? അത് KS-ൻ്റെ പ്രിലിംസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് പഠിച്ചിരുന്നു? ഞാൻ KS-ൻ്റെ പ്രിലിംസിന് വേണ്ടി പഠിച്ചത് UPSC-ക്ക് വേണ്ടി പഠിച്ച അതേ സ്റ്റാൻഡേർഡ് ബുക്സാണ്. നമ്മൾ വായിക്കുന്ന ലക്ഷ്മികാന്ത്, സ്പെക്ട്രം, ആർട്ട് ആൻഡ് കൾച്ചർ, നിതിൻ സിംഗാനി, ആ ബുക്സൊക്കെ ഞാൻ വീണ്ടും റെഫർ ചെയ്തു. അതല്ലാതെ പുതിയതായി പഠിക്കേണ്ടി വന്നത്, നമ്മൾ UPSC ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാൾക്ക് പുതിയതായിട്ടുള്ളത് കേരളത്തിനെ പറ്റിയുള്ള ഇൻഫർമേഷനാണ്. കേരളത്തിൻ്റെ ഡീറ്റെയിൽസ്, സൊസൈറ്റി, നമ്മുടെ എക്കണോമിക്സ്, നമ്മുടെ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്, നമ്മുടെ ഹിസ്റ്ററി, കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രം, അതെല്ലാം പഠിക്കാൻ വേണ്ടി സ്പെഷ്യൽ എഫേർട്ട് ഇട്ടിരുന്നു. അതിനും ഈ പറഞ്ഞ പോലെ കുറച്ച് സ്റ്റാൻഡേർഡ് ബുക്സ്, ഇപ്പോൾ ശ്രീധര മേനോൻ പോലെയുള്ള സ്റ്റാൻഡേർഡ് ബുക്സ് റെഫർ ചെയ്ത് അതാണ് പഠിച്ചത്. ടെസ്റ്റ് സീരീസ് ഒന്നും എടുത്തിരുന്നില്ല ആക്ച്വലി. കാരണം പുതിയൊരു പാറ്റേൺ ആണ്, ആർക്കും അറിയില്ലായിരുന്നു ഈ പ്രോസസ്സ് എങ്ങനെയാണ്, പ്രിലിംസിൽ എന്തായിരിക്കും ചോദിക്കുക, PSC-യുടെ യൂഷ്വൽ മോഡൽ, അതായത് 1 word അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് തന്നെ 1 word ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കുമോ അതോ UPSC പോലെ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിരിക്കുമോ എന്നുള്ളതൊന്നും ഐഡിയ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ടെസ്റ്റ് സീരീസ് എടുക്കാൻ ഞാൻ നിന്നില്ല. ഞാൻ UPSC മോഡൽ ആയിരിക്കും എന്ന് വിശ്വസിച്ച് അങ്ങ് പോയി എഴുതിയതാണ്. പക്ഷേ ഓൾമോസ്റ്റ് സിമിലർ ആയിരുന്നു, നല്ല നിലവാരം പുലർത്തിയിരുന്നു. പല ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ആക്യുറസിയാണ് നമ്മുടെ ചെക്ക് ചെയ്തത്. ഇപ്പോൾ നമ്മൾ UPSC മോഡലിൽ അതേപോലെ തന്നെ ആക്യുറസി, നമ്മൾ എത്രത്തോളം ആക്യുറേറ്റ് ആണ് ഒരു സംഭവം വായിച്ചേക്കുന്നത്, ഒരു ടോപ്പിക് നമ്മൾ എത്രത്തോളം ആക്യുറേറ്റ് ആണ് വായിച്ചേക്കുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വെച്ചാണ് ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ കഴിയുക. സോ അതാണ് ഡിഫറൻസ് ആയി വന്നത് പ്രിലിംസിൽ. ഓക്കെ. അതിലേക്ക് കുറച്ചുള്ള പ്രിലിംസ്, UPSC-യുടെ പ്രിലിംസ് ക്വാളിഫൈ ചെയ്തിട്ടും കുറേ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പം തന്നെ പഠിച്ചിട്ടാണ് തുടക്കത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിരുന്നു. അപ്പോൾ പക്ഷേ ആ സമയം അത് കയറിയിരുന്നില്ല. അടുത്ത വട്ടത്തെ പ്രിലിംസാണ് കയറി.
പിന്നെ പഠിക്കുന്ന ഈ പറഞ്ഞ പോലെ സ്റ്റാറ്റിക് ബുക്സ് തന്നെയാണ്. പിന്നെ കേരള, മലയാളം അതെല്ലാം ഞാൻ കൂടുതലും ഓൺലൈൻ സോഴ്സസ് ആണ് ഫോളോ ചെയ്തത്. ടെക്സ്റ്റായിട്ട് ഞാനൊന്നും വായിച്ചിട്ടില്ല. മാക്സിമം യൂട്യൂബ് വീഡിയോസും അങ്ങനെ ഓൺലൈൻ കാണുന്ന സോഴ്സസ് ഒക്കെ തന്നെയാണ് ചെയ്തത്. പിന്നെ കൂടുതലും എനിക്ക് ഇവിടെ ഹെൽപ്പ് ചെയ്ത കുറേ ഫ്രണ്ട് സർക്കിളാണ്. അപ്പോൾ അവർ പ്രിപ്പയർ ചെയ്യുമ്പം എന്നെ കമ്പൈൻ സ്റ്റഡിക്ക് വിളിക്കുക. അപ്പോൾ അതിൽ നിന്ന് അങ്ങനെയൊക്കെയാണ് ഞാൻ ആ ഏരിയാസൊക്കെ പഠിച്ചിട്ടുള്ളത്. അല്ലാതെ സ്പെഷ്യലായിട്ട് ഞാൻ അതിന് സെപ്പറേറ്റ് ബുക്സ് ഒന്നും വായിച്ച് ഞാൻ പഠിച്ചിട്ടില്ല. ഓക്കെ, അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ കൂടെ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി അഖിലയും അതോടെ തന്നെ ഷാഹിനും ഉണ്ടായിരുന്നു, KS റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നവർ. അപ്പം അവർക്ക് ഇതുപോലെ ഒരു പിയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് ആണെന്ന് തോന്നുന്നു ഇങ്ങനെയുള്ളൊരു സീരിയസ് ആയിട്ടുള്ള ആസ്പിറൻസ് വരികയും ഗ്രൂപ്പ് ഡിസ്കഷൻസും കമ്പൈൻ സ്റ്റഡിക്കൊക്കെ നടത്താനുള്ള ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി അത് ബെനിഫിഷ്യൽ ആവുന്നുണ്ടെന്നുള്ളത് അല്ലേ? അപ്പം എന്താ ബേസിക്കലി ചെയ്തിരുന്നത്? നിങ്ങൾ ഒരു ടോപ്പിക് എടുത്ത് ഡിസ്കസ് ചെയ്യുമോ? ലൈക്ക് എന്താ ചെയ്തത്? തുടക്കത്തിൽ പ്രിലിംസിന് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ പോയില്ല. പക്ഷേ എങ്കിലും തലേന്നൊക്കെ അവരുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ എഴുതി വെച്ച നോട്ട്സ് പരസ്പരം, പ്രത്യേകിച്ചും കേരളത്തിൽ പരസ്പരം പറഞ്ഞ് അങ്ങനെ പഠിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിന് കേരളത്തിന് വേണ്ടിയിട്ട് ഇട്ട എഫേർട്ട് വളരെ കുറവാണ്. പക്ഷേ എങ്കിലും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നു, അത് യൂസ്ഫുള്ളായി. പക്ഷെ മെയിൻസിനാണ് കൂടുതൽ ഈ പിയർ ഗ്രൂപ്പ് കൊണ്ട് ഉപയോഗം ഉണ്ടായത്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് മെയിൻസിലേക്ക് വരാം. മെയിൻസിന് 3 പേപ്പറാണ് ഉള്ളത്. ഫസ്റ്റ് പേപ്പർ ഹിസ്റ്ററിയും, പിന്നെ പൊളിറ്റി, പിന്നെ അതിനുശേഷം എക്കോണമിയിലേക്കൊക്കെ പോകുന്ന 3 പേപ്പറുകൾ. അപ്പം ഈ 3 പേപ്പറുകളും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിരുന്നത്? എന്തെങ്കിലും നോട്ട് പ്രിപ്പയർ ചെയ്തിരുന്നോ? ഏതൊക്കെ ബുക്കുകളെയാണ് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്? Again, it all comes down to UPSC syllabus. അതിനുവേണ്ടി വായിച്ച സ്റ്റാൻഡേർഡ് ബുക്സ് മാത്രം മതിയായിരുന്നു ശരിക്കും. കാരണം UPSC പോലെ അത്രയും അനലിറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനേക്കാളും വളരെ ഡയറക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ ആക്യുറസി പരിശോധിക്കുന്ന ക്വസ്റ്റ്യൻസ് മെയിൻസ് എക്സാമിൽ ചോദിച്ചിരുന്നു KSൻ്റെ. ഫോർ എക്സാമ്പിൾ 5 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എഴുതുക എന്ന് പറഞ്ഞാൽ ആർക്കും UPSCയും PSCയും ഒന്നും പഠിക്കാത്ത ആർക്കും പറയാൻ പറ്റുന്ന കാര്യമാണ് 5 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എഴുതുക എന്നുള്ളത്. അപ്പോൾ അതുപോലെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. അപ്പോൾ അനലിറ്റിക്കൽ എബിലിറ്റിയെക്കാളും നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഷോർട്ട് സ്പേസിൽ, വളരെ ചെറിയൊരു സ്പേസ് തന്നിട്ട് അതിൽ എത്ര എഫക്റ്റീവായി നമുക്ക് കൺവേ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് PSC പരിശോധിച്ചത്. അതിലെനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, PSC യൂസ് ചെയ്തൊരു സ്ട്രാറ്റജി ആണ്. മെയിൻസ് എക്സാം എഴുതി കഴിഞ്ഞ് പുറത്ത് വന്ന് പലർക്കും തോന്നി ഇത് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തേക്കുന്നതെന്ന് തോന്നി. കാരണം 5 മാർക്കിനുള്ള 2 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിൽ ഒരു ക്വസ്റ്റ്യന് 5 ലൈൻ മാത്രവും രണ്ടാമത്തെ ക്വസ്റ്റ്യന് 2 പേജും, അങ്ങനെ ഒരു സിസ്റ്റം PSC ഫോളോ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് ക്ലിയർ ആക്കി ഡീവിയേറ്റ് ചെയ്ത് പോകാതെ, ഒരുപാട് വാരി വലിച്ച് എഴുതാതെ ആവശ്യമുള്ള പോയിൻറ്റ്സ് മാത്രം എഴുതുന്നുണ്ടോ എന്നാണ് അവർ പരിശോധിച്ചത്. സോ ദാറ്റ് വാസ് വെരി റിലവൻറ്റ് ആക്ച്വലി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് അനലിറ്റിക്കലായി പോകുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആകെ ചെയ്യാൻ പറ്റുന്നത് ഇപ്പം മറ്റൊരാളുടെ പേപ്പറിൽ നിന്ന് നമ്മുടെ പേപ്പറിനെ വ്യത്യസ്തമാക്കുക. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇപ്പം നമ്മൾ ആ എക്സാമിനറിൻ്റെ മുമ്പിലില്ല, നമ്മുടെ പേപ്പറാണ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഒരു ആൻസറിൽ നമ്മുടെ പാഷൻ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ഞാൻ ചിന്തിച്ചിരുന്നു. അതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് ഇട്ടിരുന്നു. കാരണം ഞാൻ കേരളത്തിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഇപ്പം നമ്മുടെ കഴിഞ്ഞ ഒരു 5 വർഷത്തെ നമ്മുടെ സാമ്പത്തിക അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഗ്രാഫ് ഇപ്പോൾ കണ്ടുപിടിച്ച് തന്നെ ഉണ്ടാക്കി അങ്ങനെ പല രീതിയിലും അത് ചെയ്തിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ അഗ്രികൾച്ചറൽ മാപ്സ്, ഓരോ ക്രോപ്സും കേരളത്തിൻ്റെ കൃഷി വ്യവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൻ്റെ പടം വരച്ച് അതിൽ ഓരോ ക്രോപ്പും എവിടെയാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഷെയ്ഡ് ചെയ്ത് അങ്ങനെ തന്നെ പഠിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കി വെച്ചതുകൊണ്ട് തന്നെ എനിക്ക് ബാക്കി സ്റ്റാൻഡേർഡ് ബുക്സിൽ നിന്നും കറണ്ട് അഫയേഴ്സിൽ നിന്നും ആവശ്യമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ടും ഇത് കൊണ്ടുപോയി എഴുതുക എന്നുള്ളത് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിലും ഞാൻ ചെയ്തൊരു കാര്യം മിതത്വം പാലിക്കുക എന്നുള്ളതാണ്. ഒരുപാട് വലിച്ചുവാരി ഉണ്ടാക്കിയില്ല. നമുക്ക് എക്സാം പേപ്പറിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ അതിനുവേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്ത് വച്ചിരുന്നുള്ളൂ. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും സ്ട്രാറ്റജീസ് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു? ഞാനും കുറച്ച് സ്റ്റാറ്റിക്സ് അങ്ങനെയൊക്കെ എന്തായാലും UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒപ്പം അതുണ്ട്. അതല്ലാണ്ട് ഇവിടെ കൂടുതലും ഒരു സ്മാർട്ട് വർക്ക് എന്ന് പറയുന്ന രീതിയിലാണ് പോയത്. ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഞാൻ ഈ ടെലഗ്രാം ഗ്രൂപ്പ്സിൽ ആൻസർ ചെയ്തിടുമായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഗ്രൂപ്പ് ഫോം ചെയ്യാമോ എന്ന് ചോദിച്ചു ഇങ്ങനെ വന്ന് അങ്ങനെ ഒരു 3 പേരുള്ള ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തതാണ്. അപ്പോൾ എന്നിട്ട് സിലബസ് എടുത്തിട്ട് അതിൽ ഓരോ ടോപ്പിക്സ് ഒക്കെ നമ്മൾ ഡിവൈഡ് ചെയ്തു, 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഈ ദിവസത്തിനുള്ളിൽ ഇത്രയും ടോപ്പിക്സ് ഒരാൾ ഓഡിയോ ക്ലിപ്പ് പോലെ ഇടുക. അപ്പോൾ 1/3 ഒരാൾ പഠിച്ചാൽ മതി, ബാക്കിയുള്ളത് മറ്റവർ പഠിച്ചിട്ട് അവർ ആ ഓഡിയോ ക്ലിപ്പിട്ട് നമ്മൾ കേട്ടാൽ മതി. അപ്പോൾ ആ ഒരു രീതിയാണ് ഫോളോ ചെയ്തത്. പിന്നെ ആൻസർ റൈറ്റിംഗ് ചെയ്തതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമ്മൾ കൂടുതൽ എഴുതിയത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് അതുകൊണ്ട് തന്നെ തോന്നി, കാരണം ഫസ്റ്റ് KS എക്സാം ആയത് കാരണം UPSCയിൽ നിന്ന് കുറച്ചെങ്കിലും ഒക്കെ എടുക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സയൻറ്റിസ്റ്റിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നപ്പോൾ പെട്ടെന്ന് പോയിൻറ്റ്സ് എല്ലാം റെഡിമെയ്ഡ് കയ്യിലുണ്ടായിരുന്നു. അപ്പം ഡയറക്റ്റ് എഴുതാൻ
വളരെ ഈസി ആയിരുന്നു. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്തത്. ഒരു ഗ്രൂപ്പ് സ്റ്റഡിയും ഗ്രൂപ്പായിട്ട് തന്നെ ആൻസർ റൈറ്റിംഗ് ചെയ്തതും അങ്ങനെ. ആൻസർ റൈറ്റിങ്ങിലേക്ക് വരുമ്പോൾ UPSC മോഡൽ ഒരു ആൻസർ റൈറ്റിംഗ് പാറ്റേൺ ഉണ്ട്. അത് നമുക്ക് കുറച്ച് ഇലാബറേറ്റഡ് ആയിട്ട് നമ്മൾ എഴുതുന്ന ഒരു രീതിയാണ്. അപ്പം അതിൽ നിന്ന് KASൻ്റെ ആൻസർ റൈറ്റിങ്ങിലേക്ക് വന്നപ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ, എന്തെല്ലാം പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുണ്ട്? UPSCയിലെ കുറച്ചുകൂടി നമ്മൾ അനലൈസ് ചെയ്ത് എഴുതണം. പക്ഷേ KASലാണെങ്കിൽ ടു ദ പോയിന്റ് എഴുതിയാൽ മതി. അതിൽ തീർത്തും അതിനെ ക്രിട്ടിക്കൽ അനലൈസ് ചെയ്താൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റ് ഇപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് 13 ഇന്ത്യ എന്ത് ചെയ്തതെന്ന് ചോദിച്ചാൽ വളരെ ഡയറക്റ്റാണ്. അതിൽ നമ്മൾ കൂടുതൽ അനലൈസ് ചെയ്യണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻസർ എഴുതി തീർക്കാനും എളുപ്പമാണ്. നമുക്ക് കൂടുതൽ ചിന്തിക്കേണ്ടി വരില്ല. പെട്ടെന്ന് നമുക്ക് പേപ്പർ കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റുമെന്ന് തോന്നി. ഓക്കെ, നന്ദനയ്ക്ക് അതുപോലെ തന്നെ ആയിരുന്നു? അതെ, തീർച്ചയായിട്ടും. ഒരു കാര്യം എനിക്ക് തോന്നിയത് UPSCയിൽ 9 പേപ്പേഴ്സ് ഉണ്ട്. അപ്പം നമുക്കത് ഫിസിക്കലി നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പലർക്കും. എഴുതി തന്നെ പരിശീലിച്ച് പോയാലേ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നന്നായിട്ട്, ക്ഷീണിക്കാതെ. പക്ഷേ ഇതിനകത്ത് 3 പേപ്പറേ ഉണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം സിമ്പിളായിരുന്നു. 2 ദിവസമായിട്ട് 3 പേപ്പർ എഴുതി തീർക്കാൻ ഒരുപാട് 2 മണിക്കൂറിൻ്റെ പേപ്പറായിരുന്നു. അങ്ങനെ ഒരു ഫിസിക്കലി കൂടി കുറച്ചുകൂടി ലൈറ്ററായിരുന്നു KSൻ്റെ. വളരെ ഈ നോട്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ എനിക്ക് ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, rather than going behind lot of ready-made content, you were evolving your own strategies and content, അല്ലേ? അപ്പം was it helpful? എത്രത്തോളം അത് ഹെൽപ്ഫുൾ ആയിരുന്നു എന്നുള്ളത്? ഇറ്റ് വാസ് എക്സ്ട്രീംലി ഹെൽപ്ഫുൾ. കാരണം എനിക്ക് UPSCയുടെ കാര്യത്തിൽ തന്നെ വരുമ്പോഴും പലപ്പോഴും തോന്നിയിട്ടുണ്ട്, എല്ലാവരും വായിക്കുന്നത്, എല്ലാവരും കൺസ്യൂം ചെയ്യുന്നത് ഒരേ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ മെറ്റീരിയലാണ്. അത് നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും വായിച്ച് ഇങ്ങനെ പഠിച്ചാണ് പോകുന്നത്. അപ്പോൾ അത് ഒരു ഒറിജിനാലിറ്റി, ഐ ഹവ് ഓൾവേസ് ബീൻ സ്ട്രൈവിങ് ഫോർ ഒറിജിനാലിറ്റി ഇൻ വാട്ട് എവർ ഐ ഡു. സോ എൻ്റെ ബാക്ക്ഗ്രൗണ്ടും അങ്ങനെയാണ്. ലിറ്ററേച്ചർ പഠിച്ചപ്പോഴും ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ തന്നെ വിഷൻ അല്ലെങ്കിൽ ഇൻസൈറ്റ്സ് പോലെയുള്ള ഒരുപാട് തീർച്ചയായിട്ടും അത് വായിക്കുന്നത് നമുക്ക് നോളജാണ് തരുന്നത്. എന്നാൽ പോലും നമ്മൾ ആൻസർ എഴുതുമ്പോൾ നമ്മുടെ പാഷൻ അവിടെ വരണ്ടേ. അപ്പം അതിന് മാത്രമല്ല, ഇതൊരു മെക്കാനിക്കലായിട്ടുള്ളൊരു പ്രോസസ്സ് അല്ല. UPSC ആണെങ്കിലും KS ആണെങ്കിലും ഏത് പരീക്ഷയാണെങ്കിലും ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ പ്രോസസ്സ് അല്ല. നമ്മൾ നമ്മുടെ രാജ്യത്തിനെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളെ പറ്റി, നമ്മുടെ രാജ്യത്തിനെ അലട്ടുന്ന പ്രശ്നങ്ങളെ പറ്റിയൊക്കെ മനസ്സിലാക്കാനാണ് ശരിക്കും ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഈ പ്രോസസ്സ് എൻജോയ് ചെയ്താണ് ചെയ്തത്. പുതിയതായി കേരളത്തിനെ പറ്റി എനിക്ക് അധികം ഡീറ്റെയിൽസ് അറിയില്ലായിരുന്നു. ഈ എക്സാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും നമ്മുടെ നാടിനെ പറ്റി കുറച്ച് കാര്യങ്ങളെങ്കിലും ഞാൻ പഠിച്ചത്. അതിനും ഈ പ്രോസസ്സ് ഹെൽപ്ഫുള്ളായി. പിന്നെ എനിക്കത് പറയാനുള്ളത്, ഇൻ്റർവ്യൂവിൻ്റെ സ്റ്റേജിലാണ് ഞാൻ കുറച്ചും കൂടി ഇതിൽ ഇൻവോൾവ് ആയത്. ശരിക്കും ഒരു ഓൾമോസ്റ്റ് 80 to 100 പേജസ് ഉള്ള ഒരു ഡോക്യുമെൻറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതിൽ ഓൾമോസ്റ്റ് 80 to 100 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓരോ ക്വസ്റ്റ്യനും ഇപ്പോൾ എടുത്തിട്ട് ഞാൻ ചെയ്തതെന്താ വെച്ചാൽ, ഇപ്പോൾ സിൽവർ ലൈൻ പ്രോജക്റ്റിനെ പറ്റി എന്താണ് അഭിപ്രായം, ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് പറയും എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ എഴുതി വയ്ക്കുന്നത്. എന്നിട്ട് ഞാൻ പല ആർട്ടിക്കിൾസ് വായിക്കും. വായിക്കുമ്പോൾ പല പെർസ്പെക്റ്റീവ്സ് കിട്ടും. പല പെർസ്പെക്റ്റീവ്സ് കിട്ടി ഞാൻ അതിൽ നിന്ന് നെഗറ്റീവ്സ് എഴുതും, പോസിറ്റീവ്സ് എഴുതും. എന്നിട്ട് എൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് എഴുതും. അപ്പം ഞാൻ ചെയ്യുന്നത് ഒരു ഇൻ്റർവ്യൂവിന് ഒരു ആൻസർ പറയാൻ വേണ്ടിയിട്ടൊരു ക്വസ്റ്റ്യൻ എടുത്ത് വായിക്കുകയല്ല ചെയ്തത്. ആ ഇഷ്യൂ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വളരെ ഓണസ്റ്റ്ലി ട്രൈ ചെയ്തിരുന്നു. ഇതുപോലെ ഒരു 100 ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ നാട്ടിലെ മിക്ക നമ്മൾ ചുറ്റും കാണുന്ന പ്രശ്നങ്ങളെല്ലാം ആയിക്കഴിഞ്ഞു. അപ്പോൾ അതിന് നമ്മളൊരു എക്സാം എഴുതുമ്പോൾ നമ്മൾ നാളെ ഒരു സിവിൽ സർവൻ്റ് ആവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണല്ലോ എഴുതുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ആയാലും ഈ നാട്ടിലെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് എൻ്റെ തന്നെ സ്വന്തം റിസർച്ചിൽ നിന്ന് മനസ്സിലാക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഈ പ്രോസസ്സ് ഞാൻ അതിന് വേണ്ടി ഉപയോഗിച്ചു. ഓക്കെ, നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് വരാം. ഇൻ്റർവ്യൂവിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? അതിൻ്റെ ഒരു പ്രോസസ്സും എങ്ങനെയായിരുന്നു? Like I said, I made this document of almost 100 questions. അത്യാവശ്യം ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു. ഇപ്പോൾ കോവിഡൊക്കെ വന്നതുകൊണ്ട് അതിനുള്ളൊരു സമയം കിട്ടി. 2 മാസത്തോളം എടുത്താണ് ഞാൻ ഈ ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയത്. ആൻഡ് ഇറ്റ് ഈസ് സംതിങ് ദറ്റ് ഐ ക്യാൻ ഓൾവേസ് ഗോ ബാക്ക് ടു. നാളെ ഒരു കാലത്തും എനിക്ക് തിരിച്ചു പോയി എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ആ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കലായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ്റെ പ്രധാന ടൈം. അതിന് വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഇത് എഴുതി വെച്ച് മാത്രം പോരല്ലോ, നമ്മളത് വീണ്ടും വീണ്ടും വായിച്ച് മാത്രമല്ല നമ്മൾ പറഞ്ഞു നോക്കണം പ്രസൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. നമ്മുടെ ബോഡി ലാംഗ്വേജ് ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ഇൻ്റർവ്യൂവിൽ ഡിറ്റർമിനിങ് ആണ്. അതുകൊണ്ട് അത് പറഞ്ഞു നോക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ 3-4 ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ മോക്ക് ഇൻ്റർവ്യൂസിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിരുന്നു. ലീഡിലും അങ്ങനെയാണ് ഞാൻ വന്ന് പെടുന്നത്. ആൻഡ് ഇവിടെ വന്നപ്പോൾ സംഭവിച്ചത് എന്താ പറഞ്ഞാൽ, സാധാരണ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒരു മോക്ക് ഇൻ്റർവ്യൂ നടത്തും, ഫീഡ്ബാക്ക് തരും, നമ്മൾ പറഞ്ഞു വിടും. അതാണ് അവരുടെ രീതി. പക്ഷേ ഇവിടെ ഞാൻ കണ്ടത് ഒരു 1 month ലോങ് പ്രോസസ്സ്
ആണ് ഇൻ്റർവ്യൂവിന് വേണ്ടി നിങ്ങൾ ഒരുക്കിയിരുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ ആദ്യം നമ്മുടെ പ്രൊഫൈൽ നമ്മൾ PSCക്ക് കൊടുക്കുന്നത്, നമ്മുടെ UPSCക്ക് ഡാഫ് കൊടുക്കുന്ന പോലെ PSCക്ക് നമ്മളൊരു ബയോഡേറ്റ ഫോം കൊടുക്കുന്നുണ്ടല്ലോ. സോ അത് നമ്മുടെ അനലൈസ് ചെയ്ത് അതിൽ നിന്ന് വരാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് സാർ പേഴ്സണലി എന്നോട് ചോദിച്ചിരുന്നു. സോ ദാറ്റ് വാസ് ദി ഫസ്റ്റ് സ്റ്റേജ്. ദെൻ വാട്ട് ഹാപ്പൻഡ് ഇസ് ഈ ഓരോ സബ്ജക്റ്റിലും നിങ്ങളും ഞാൻ ചെയ്ത പോലെ ഒരു മെത്തഡോളജിക്കലായിട്ടാണ് നിങ്ങൾ പോയത്. ഓരോ ടോപ്പിക്കും എടുത്തിട്ട് ഓരോ സബ്ജക്റ്റും എടുത്ത് അതിനകത്ത് വരാവുന്ന ക്വസ്റ്റ്യൻസ്, റിലവൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തു. അപ്പോൾ ഞാൻ ചെയ്തതെന്താ വെച്ചാൽ ഞാൻ അത് എടുത്തിട്ട് ഈ ക്വസ്റ്റ്യൻ എൻ്റെ കയ്യിലുണ്ടോ, ഞാൻ ഇതിന് ആൻസർ നോക്കിയിട്ടുണ്ടോ എന്നുള്ളത്, സോ ഒരു ചെക്ക് ലിസ്റ്റ് പോലെ അത് വർക്ക് ചെയ്തു എന്ന് വേണം പറയാൻ. ആൻഡ് ഫൈനലി ഡെഫിനറ്റ്ലി 1-on-1 സെഷൻസും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അനുരാഗ് സാറിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്നിരുന്നു. ഞാൻ കറണ്ട് അഫയേഴ്സ് ഞാൻ ഒന്നും ബ്രഷപ്പ് ചെയ്തില്ല എന്ന് മനസ്സിലാക്കി. കാരണം ആ ഒരു റാപ്പിഡ് ഫയർ പോലും ഇപ്പം ഇൻ്റർവ്യൂ എപ്പോഴും പോസിറ്റീവ് ആവണമെന്നില്ല, നെഗറ്റീവ് ആവാം. നെഗറ്റീവ് ആയാലും നല്ല മാർക്ക് കിട്ടിയെന്നും വരാം. അപ്പം ആ സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണല്ലോ ഇമ്പോർട്ടൻറ്റ്. സോ ആ ഒരു 1-on-1 സെഷൻ, കറണ്ട് അഫയേഴ്സ് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻ സെഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തു എന്നെ. നെഗറ്റീവായി ഒരു അറ്റ്മോസ്ഫിയർ ആണെങ്കിലും ഞാൻ എങ്ങനെ അത് ടാക്കിൾ ചെയ്യുമെന്ന് മനസ്സിലായി. ആൻഡ് ഡെഫിനറ്റ്ലി ദ മോക്സ്, അതിൽ നിന്ന് കിട്ടിയ ഒരു കോൺഫിഡൻസ് വളരെ വലുതായിരുന്നു. ഇൻ്റർവ്യൂവിന് ഒരാഴ്ച മുമ്പാണ് ഞാൻ മോക്സ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കിട്ടിയ കോൺഫിഡൻസ് എന്നെ ഇൻ്റർവ്യൂവിന് നന്നായി പെർഫോം ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്തു. ആതിരയുടെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? ഫസ്റ്റ് അതിന് തൊട്ട് മുമ്പ് ഞാനൊരു UPSC ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് വന്നിരുന്ന് അതിൻ്റെ ക്ഷീണത്തിലിരിക്കുകയാണ്. നല്ല മാർക്സ് കുറവായത് കാരണം തീർത്തും ഇൻ്റർവ്യൂവിനോടൊരു ചെറിയൊരു അത് വന്നു തുടങ്ങിയിരുന്നു. അപ്പോൾ പക്ഷേ അതേസമയം തന്നെ ഞാൻ ഓപ്ഷണൽ മാറിയപ്പോൾ എനിക്ക് കുറച്ച് നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സുമായിട്ട് ഞാൻ കൂടിയിരുന്നു. അപ്പോൾ അവരുമായിട്ടുള്ള ഡിസ്കഷൻസ് നടക്കുന്നുണ്ടായിരുന്നു ഡെയിലി. അപ്പോൾ അത് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു എന്ന് തോന്നി. കാരണം അതിൽ പലരും പല ഫീൽഡിൽ വർക്ക് ചെയ്തവരും ഫോറിൻ കൺട്രീസിൽ വർക്ക് ചെയ്തവരുമാണ്. അപ്പോൾ ഇവിടുത്തെ പല കാര്യങ്ങളും അവിടെ എങ്ങനെയാണ് അതെല്ലാം എനിക്ക് റിയലായിട്ട് എനിക്ക് അറിയാൻ പറ്റി. അപ്പോൾ ഇൻ്റർവ്യൂവിനും അങ്ങനത്തെ ചില ക്വസ്റ്റ്യൻസ്, CBSE സിസ്റ്റത്തിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് അതൊക്കെയാണ് കണക്ട് ചെയ്ത് എനിക്ക് പറയാൻ പറ്റുന്നത് ഒരു എക്സാമ്പിളായിട്ട്. അപ്പോൾ അതെനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. പിന്നെ അടുത്ത് പറയുന്നത് ലീഡ് IAS എല്ലാ ദിവസവും ഇറക്കിയിരുന്ന ക്വസ്റ്റ്യൻസ് അത് നോക്കുമായിരുന്നു. അത് ശരിക്കും കോൺഫിഡൻസ് ലെവൽ ശരിക്കും കൂട്ടി. കാരണം കേരളത്തിനെ പറ്റിയിട്ട് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിട്ട് ഇൻ്റർവ്യൂവിന് പോകാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും എന്നെ ഇൻ്റർവ്യൂവിന് ഒത്തിരി ഹെൽപ്പ് ചെയ്തു എന്ന് തോന്നി. പിന്നെ കരുതിയത്, ഞാൻ മോക്സ് ഒന്നും അറ്റൻഡ് ചെയ്തില്ല ഇതിന് വേണ്ടിയിട്ട്. ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ അറ്റൻഡ് ചെയ്തിരുന്നു. കാരണം എനിക്ക് ഇതിന് മുമ്പത്തെ UPSCൻ്റെ പോയപ്പോൾ ഞാൻ ഒരുപാട് മോക്സ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഞാൻ കൂടുതൽ ആർട്ടിഫിഷ്യലായി പോകുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ അതിനേക്കാളും ഞാൻ എന്താണോ അങ്ങനെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചാൽ ഞാൻ ഇത്തവണ ഒരു മോക്സും കൊടുത്തില്ല, ഡയറക്റ്റ് അങ്ങ് പോവുകയാണ് ചെയ്തത്. അതങ്ങനെ. എങ്ങനെയായിരുന്നു ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ്? എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിച്ചത്? കൂടുതലും ബയോഡേറ്റയും തന്നെയാണ് ചോദിച്ചത്. പിന്നെ ഈ UPSC ഉള്ളത് കാരണം കൂടുതൽ UPSCനെ പറ്റിയിട്ട് അവർ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എങ്കിലും ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെ ആയിരുന്നത് കാരണം ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ്, പിന്നെ അതുപോലെ ഞാൻ ഹിസ്റ്ററി ഓപ്ഷണലായത് കാരണം അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നു. പൊളിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വന്നു. 2 കോളേജിൽ പഠിച്ചത് കാരണം ബാർട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജ്, ഗവൺമെൻറ് കോളേജിലും NIT കാലിക്കറ്റിൽ പഠിച്ചു. അപ്പോൾ അതിൻ്റെ വ്യത്യാസം എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കൂടുതലും ബയോഡേറ്റയിൽ ഉണ്ടായിരുന്നതിൽ തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ചെയ്തത്. പിന്നെ ഇൻ്റർവ്യൂ കഴിയുമ്പോഴും ചെയർമാൻ ഗംഭീരാക്കിയില്ലേ എന്നൊരു ഡയലോഗ് പറഞ്ഞു. അപ്പോൾ മനസ്സിലായി നന്നായിട്ട് പോയിട്ടുണ്ടെന്ന്. നല്ലതായിരുന്നു. എനിക്ക് തോന്നുന്നു PSC ചെയർമാൻ സാറ് സക്കീർ സാർ തന്നെയായിരുന്നു എൻ്റെയും PSC ബോർഡിൻ്റെ ചെയർമാൻ. ഈ പറഞ്ഞ പോലെ എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞതൊരു പാട്ട് വെച്ചിട്ടാണ്. അപ്പോൾ സാർ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കമൻറ്റാണ് അതിന് പറഞ്ഞത്. സാർ പറഞ്ഞു, ഇനി പാട്ട് പാടി നമുക്ക് ഗവൺമെൻറ് സർവീസിലെ ഫംഗ്ഷൻസിലൊക്കെ കാണാം, ഗവൺമെൻറ് ഫംഗ്ഷൻസിലൊക്കെ പാട്ട് പാടുന്നത് കാണാമെന്ന് പുള്ളി പറഞ്ഞിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഓക്കെ, ഇറ്റ് വെൻറ്റ് വെൽ എന്നൊരു ഫീലിംഗ് വന്നു. ക്വസ്റ്റ്യൻസ് പക്ഷേ ചോദിച്ചിരുന്നു, കൂടുതലും ബയോഡേറ്റ ബേസ്ഡ് ആണ് ചോദിച്ചത്. ഞാൻ ലിറ്ററേച്ചർ ഗ്രാജുവേറ്റ് ആയതുകൊണ്ട് തന്നെ കോർ ലിറ്ററേച്ചർ ക്വസ്റ്റ്യൻസ് തന്നെ ചോദിച്ചിരുന്നു. എന്താണ് സോണറ്റ്, എന്താണ് എലിജി, എന്തിനാണ് നമുക്ക് ലാംഗ്വേജ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിരുന്നു. പിന്നെ കറണ്ട് ഇഷ്യൂസിനെ ബേസ് ചെയ്ത് സിൽവർ ലൈൻ പ്രോജക്റ്റിനെ പറ്റി തന്നെ ചോദിച്ചു, കേരളിനെ പറ്റി ചോദിച്ചു, നമ്മുടെ കറണ്ട് ഫിസിക്കൽ സിറ്റുവേഷനെ പറ്റി, കേരളത്തിൻ്റെ ഫിസിക്കൽ സിറ്റുവേഷനെ പറ്റിയൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ. അതോടൊപ്പം തന്നെ ഇൻ്റർവ്യൂവിന് ശേഷം റിസൾട്ട് വരുമ്പോൾ ഞാൻ ലൈവായിട്ട് കാണുന്നുണ്ടായിരുന്നു. അത് ഫൈനൽ റിസൾട്ടിലേക്ക് പോകുമ്പോൾ അതെങ്ങനെയായിരുന്നു? റിസൾട്ട് ലൈവായിട്ട് വാച്ച് ചെയ്തോ അതാരെങ്കിലും പറഞ്ഞറിഞ്ഞാണോ? അതും വളരെ രസകരമാണ്. അമ്മ രാവിലെ തലേ ദിവസം PSC കോൺഫറൻസ് നടത്തും, പ്രസ് കോൺഫറൻസ് നടത്തും എന്ന് അറിഞ്ഞിട്ട് അമ്മ രാവിലെ TV ഒക്കെ ഓൺ ചെയ്ത് വെച്ച് അമ്മ TV മുമ്പിൽ ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, TV ഒന്നും നോക്കണ്ട, എൻ്റെ പേരൊന്നും പറയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ സംഭവം ഭയങ്കര ഇമോഷണലി ഓവർവെൽമിങ് മൊമെൻ്റ് ആയിരുന്നു. കാരണം നമ്മൾ 4 വർഷമായിട്ട് നമുക്ക് മാത്രം കാണാൻ പറ്റുന്ന ഒരു സ്വപ്നത്തിന് വേണ്ടി പരിശ്രമിച്ചിട്ട് അതിന് ഇത്രയും നല്ലൊരു സ്റ്റെല്ലർ റിസൾട്ട് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും എനിക്കും എന്നെക്കാളും എൻ്റെ വീട്ടുകാർക്കും ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയിരുന്നു. അതിനിടെ
വീട്ടിലെങ്ങനെയായിരുന്നു? ലൈവായിട്ട് കണ്ടോ? അതും എന്നോട് ആദ്യം പറഞ്ഞില്ല, ഞാൻ ന്യൂസ് പേപ്പർ രാവിലെ കണ്ടില്ല. പക്ഷേ അങ്ങനെ അച്ഛൻ നോക്കി വെച്ചിരുന്നു 11 മണിക്ക് റിസൾട്ട് വരും എന്ന്. പക്ഷേ ടി വിയിൽ വരും അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ അച്ഛൻ രാവിലെ 11 മണിക്ക് തന്നെ അതിൽ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. കാരണം അവർക്കാണ് നമ്മളെക്കാളും കൂടുതൽ ആകാംക്ഷ എന്ന് തോന്നി. അപ്പോൾ അങ്ങനെ പക്ഷെ അച്ഛൻ ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയിരുന്നു എന്ന് തോന്നുന്നു. കാരണം ആദ്യത്തെ 1, 2, 3 പേര് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛന് ഭയങ്കര വിഷമം. എന്നിട്ട് അയ്യോ അപ്പം ഇനി ഇതിലില്ലേ, പിന്നെ 4ാമത്തെ പേര് വന്നപ്പോഴാണ് അച്ഛനും ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഇത് പാരലായിട്ടാണ് റെസ്പോൺസ് നടന്നത്. എൻ്റെ ചേച്ചി ഹോസ്പിറ്റലിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ അവിടുത്തെ TV സ്ക്രീനിൽ എൻ്റെ പേര് എഴുതി കാണിക്കുന്നത് അവിടെ അങ്ങനെ 2 പാരലായിട്ട് അവിടെ ആക്സിഡൻ്റലി അവർ കണ്ടതാണ്. അപ്പോൾ ചേച്ചിക്കാണെങ്കിൽ എൻ്റെ സിസ്റ്റർ പറഞ്ഞിട്ടാണ് ഞാൻ UPSC പ്രിപ്പറേഷനിലേക്ക് വരുന്നത്. അപ്പോൾ എൻ്റെ സിസ്റ്റർക്ക് ഒരു തോന്നലുണ്ടായിരുന്നു, ചേച്ചി കാരണം ഞാനിവിടെ ഇങ്ങനെ കുറേ വർഷമായിട്ട് ഇങ്ങനെ നിൽക്കുവാണല്ലോ. അപ്പോൾ ചേച്ചി ഭയങ്കര ഇമോഷണലിയാണ് റെസ്പോണ്ട് ചെയ്തത്. കണ്ണീരിൽ നിന്നൊക്കെ വരണമെന്നത് അങ്ങനെ ഒരു റെസ്പോൺസായിരുന്നു. അപ്പോൾ അങ്ങനെ പാരലലി 2 രണ്ടെണ്ണം ഒന്നിച്ച് നടന്നു. എനിക്ക് തോന്നുന്നു കേസിന് പഠിച്ചതിൽ ഞങ്ങൾക്ക് ഏറ്റവും ബെനിഫിറ്റ് കിട്ടിയത് അതാണെന്ന് തോന്നുന്നു. കാരണം ഒരുപക്ഷെ UPSCക്കാർക്ക് അല്ലെങ്കിൽ നമുക്കറിയാം UPSC പ്രോസസ്സിൽ ലിസ്റ്റിൽ വരുന്ന എല്ലാവരും ഹൈലി ടാലൻറ്റഡ് ആൻഡ് ഹൈലി ഡിസേർവിംഗ് ആണെന്ന് നമുക്കറിയാം. പക്ഷെ അവർക്ക് ഒന്നും കിട്ടാത്ത പോലെ നമുക്ക് പെട്ടെന്ന് ഒരു ലൈവ് കവറേജും ഒക്കെ കിട്ടി. ഐ കൺസിഡർ ഇറ്റ് എ ബ്ലെസ്സിങ്. ഓക്കെ, പഠിച്ചത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറും ഈ സിവിൽ സർവീസ് പഠനവും KSൻ്റെ പഠനവും അത് ഈ ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഫോർ എ ലോങ് ടൈം ഐ തോട്ട് ദറ്റ് വാട്ട് ഐ ഹാഡ് ലേൺഡ് ഫോർ ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഞാൻ MA പഠിച്ചത് ഒരു പാരയായി വന്നു എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ആർട്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്ക് ഏറ്റവും വലിയ കടമ്പ ഈ പ്രിലിംസാണ്. എസ്പെഷ്യലി ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്ക് നമുക്ക് പെട്ടെന്ന് ആ ഒരു സ്കില്ല് നമുക്ക് അത്ര പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ എക്സ്പീരിയൻസ്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു മെയിൻസ് ഞങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഒരു ലാംഗ്വേജ് അറിയുന്നതുകൊണ്ട് ആരും വളരെ നല്ലതോ അല്ലെങ്കിൽ മോശമോ ഒന്നും ആവുന്നില്ല. പക്ഷേ എന്നാലും ആ ലാംഗ്വേജ് നമുക്ക് ബെനിഫിറ്റായി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എക്സാമിന്. സോ മെയിൻസ് എക്സാമിന് ആ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. ഞാൻ മെയിൻസ് UPSCയുടെ ടെസ്റ്റ് സീരീസ് എഴുതുമ്പോഴൊക്കെ എനിക്ക് ആ ഒരു ഫീഡ്ബാക്ക് എപ്പോഴും കിട്ടിയിരുന്നു. പ്രിലിംസ് ക്ലിയർ ചെയ്താൽ യു മൈറ്റ് ഗെറ്റ് ത്രൂ, അതുകൊണ്ട് കീപ് വർക്കിംഗ് എന്നുള്ളൊരു ഇത് കിട്ടിയിരുന്നു. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് ലിറ്ററേച്ചർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താ പറയുക, നമ്മൾ പല പെർസ്പെക്റ്റീവ്സ് മനസ്സിലാക്കാനാണ്. ഇപ്പം പല ജീവിതങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. ഇപ്പം നോട്ട് ജസ്റ്റ് ലിറ്ററേച്ചർ, എനി കൈൻഡ് ഓഫ് ആർട്ട് ഫോർ ദാറ്റ് മാറ്റർ. നമ്മൾ സിനിമകൾ കാണുമ്പോഴും നമ്മൾ പല പെർസ്പെക്റ്റീവ്സിൽ നിന്ന് ലോകത്തിനെ കാണാൻ പഠിക്കുകയാണ്. സോ ആ ഒരു എംപതി, ലിറ്ററേച്ചറിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത ഒരു എംപതി ഒരു പക്ഷേ എന്നെ പ്രോസസ്സിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. 6 വർഷത്തെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം എങ്ങനെ ഹെൽപ്പ് ചെയ്തു? വിദ്യാഭ്യാസത്തിൽ ഉപരി എനിക്ക് തോന്നുന്നു നമ്മൾ എഴുതുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസാണ്. ഒരുപാട് എക്സാംസ് എഴുതി, അതായത് ഇപ്പോൾ എഞ്ചിനീയറിംഗിനാണെങ്കിലും MTech ഗേറ്റ് എഴുതിയാണെങ്കിലും ഈ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എഴുതിയിട്ടുള്ള ഒരു ശീലം അത് പ്രിലിംസിന് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നി. അതുപോലെ CSAT പേപ്പർ ആണെങ്കിലും ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നത് കാരണം ബെനിഫിഷ്യലായിരുന്നു. പിന്നെ ഇതിൽ മെയിൻസിലാണെങ്കിലും സയൻസ് വരുന്ന ഭാഗങ്ങളെല്ലാം കുറച്ചുകൂടി ഈസി ആയിട്ടിരുന്നു. അല്ലാതെ ഒരു ഡയറക്റ്റ് ഒരു ഇത് തോന്നിയില്ലെങ്കിലും ഇൻഡയറക്റ്റ്ലി ഒരുപാട് രീതിയിൽ ഹെൽപ്ഫുള്ളായിരുന്നു ഇങ്ങനെ. ഓക്കെ, എനിക്ക് അവസാനമായിട്ട് സംസാരിക്കാൻ ആഗ്രഹമുള്ളൊരു കാര്യം, ഈ ഒരു റിസൾട്ട് വളരെ സ്പെഷ്യലാണ്. ആദ്യത്തെ 10 റാങ്കിൽ 8 പേരും സ്ട്രീം 1 പെൺകുട്ടികളാണ് എന്നുള്ളൊരു വലിയൊരു കാര്യം. കാരണം പലപ്പോഴും മാരേജ് പ്രഷർ കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും പലപ്പോഴും സിവിൽ സർവീസ് പോലെ പല അറ്റംപ്റ്റുകളിലൂടെ ചിലപ്പം നേടിയെടുക്കേണ്ട മത്സരങ്ങളിലേക്ക് അവർ പിന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. എസ്പെഷ്യലി ചിലപ്പം തിരുവനന്തപുരത്ത് വന്ന് താമസിക്കാൻ ബുദ്ധിമുട്ട്, അതിൻ്റെ സേഫ്റ്റി ഇഷ്യൂസൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ ഒതുക്കി വെക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. പിന്നെ വീട്ടിലെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ ഈ വിജയം എങ്ങനെ കാണും? ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ ഒരു വിജയം കാണാൻ സത്യം പറഞ്ഞാൽ ഒരു പെൺകുട്ടി ആൺകുട്ടി എന്നുള്ളൊരു വേർതിരിവ് എൻ്റെ വീട്ടുകാർ വച്ചിരുന്നില്ല. അത് എൻ്റെ ഒരു പ്രിവിലേജാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാവർക്കും ആ ഒരു പ്രിവിലേജ് ഇല്ല. ഒരുപാട് പേര് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഒരു അൾട്ടിമേറ്റം കൊടുത്താണ് പലരും മക്കളെ സിവിൽ സർവീസ് പഠനത്തിന് വിടുന്നത്. 1 വർഷത്തിനുള്ളിൽ ക്ലിയർ ചെയ്യാമെങ്കിൽ ക്ലിയർ ചെയ്തോളൂ, അല്ലെങ്കിൽ അടുത്ത വർഷം കല്യാണമാണ് എന്നുള്ളൊരു രീതിയിലാണ് പലപ്പോഴും വീട്ടുകാർ വിടുന്നത്. അപ്പോൾ എൻ്റെ കേസിൽ അത് വന്നില്ല. ഐ എം വെരി ബ്ലെസ്ഡ് ഇൻ ദാറ്റ് വേ ഓൾസോ. ബട്ട് ഐ ഫീൽ ദറ്റ് ഇറ്റ് ഇസ് വെരി അൺഫോർച്ചുനേറ്റ്. നമ്മൾ ഒരു ഗോളിന് വേണ്ടി, ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഒരു പെൺകുട്ടി കല്യാണം കഴിക്കുമെന്നോ അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടായി എന്ന് പറയുമ്പോഴോ നമ്മൾ കൺഗ്രാറ്റ്സ് പറയും, ഒരുപാട് പേര് ഓടിയെത്തും, ഭയങ്കര സ്നേഹമായിരിക്കും. പക്ഷേ ആ സെയിം കൈൻഡ് ഓഫ് ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് അപ്രീസിയേഷൻ നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ ഗോളിന് വേണ്ടി വർക്ക് ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല. അത് ഭയങ്കര അൺഫോർച്ചുനേറ്റ് ആണ്. അത് തീർച്ചയായും പെൺകുട്ടികളാണ് ആ ഇഷ്യൂ കൂടുതലായി ഫേസ് ചെയ്യുന്നത്. ഐ വിഷ് ഇറ്റ് ചേഞ്ചസ് സൂൺ. ഓക്കെ, ആതിരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്
അതിനെ കാണുന്നത്? എനിക്കും കൂടുതൽ ഫാമിലി സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഇത്രയും ഗ്യാപ്പിലും നിൽക്കാൻ പറ്റിയത്. കാരണം ഓരോ ഫെയിലിയേഴ്സ് വരുമ്പോഴും എൻ്റെ സിസ്റ്റർ പറയുന്ന അതിനിപ്പോൾ എന്താ പ്രശ്നം, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ, ഇനി അടുത്ത് പോയി പഠിക്കുക, ഈ ഒരു അപ്രോച്ചാണ്. ആരും ഒന്നിനും കമ്പൽഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നില്ല. എൻ്റെ വഴിക്ക് തന്നെ എന്നെ വിടുമായിരുന്നു. ഇതുവരെ ഇനി കല്യാണം കഴിക്കാം, ഇനി വേറെ നെയ്ബേഴ്സൊക്കെ ഇങ്ങനെ പറഞ്ഞാലും, ഇനി ഏതെങ്കിലും ജോലിക്ക് കയറിക്കൂടെ എന്ന് ചോദിച്ചാലും ഫാമിലിയിൽ നിന്ന് ഒരു വട്ടം പോലും എന്നോട് അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ ശരിക്കും ഫാമിലി സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി. അത് കാരണം തന്നെ ഞാൻ വേറെ ഒന്നും അറിഞ്ഞില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അറിയില്ല. അപ്പോൾ എല്ലാവർക്കും എനിക്ക് വേണ്ടെന്ന് തോന്നുന്നത് ഒരു ഫാമിലി സപ്പോർട്ട് വേണം, എങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളിടത്ത് എത്തിച്ചേരാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സർവീസിലേക്ക് വരികയാണ്, അപ്പോൾ ബ്യൂറോക്രസിയാണ്. ബ്യൂറോക്രസിയുടെ നേച്ചറൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് റിയൽ ആയിട്ട് നമ്മൾ കാണാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ എല്ലാ ലിമിറ്റേഷൻസിനും വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യണം എന്നാഗ്രഹമുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവില്ലേ നന്ദനയ്ക്കും ആദരയ്ക്കും, അതെന്തൊക്കെയാണ്? ഞാൻ ത്രൂ ഔട്ട് സിവിൽ സർവൻ്റ് ആവണം എന്ന് ആഗ്രഹിച്ചത് ചില വ്യക്തികളെയൊക്കെ കണ്ടിട്ടാണ്. സിവിൽ സർവീസിൽ ഇരിക്കുന്ന സാധാരണക്കാർക്ക് ഏറ്റവും നല്ല രീതിയിൽ അവരുടെ സർവീസ് യൂസ്ഫുൾ ആവണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടാണ്. അതുകൊണ്ട് തന്നെ സിവിൽ സർവീസിലേക്ക് കയറിയാലും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയും സാധാരണക്കാരുടെയും ഇടയിൽ വർക്ക് ചെയ്യുന്ന ഈ സിവിൽ സർവീസ് എന്ന് പറയുന്ന ഇൻ്റർഫേസ് ഏറ്റവും ലളിതമാക്കുക, ഏറ്റവും അക്സസിബിൾ ആക്കുക, ആർക്ക് വേണമെങ്കിലും ഒരു ഗവൺമെൻറ് ഓഫീസിൽ കയറി ചെന്ന് അവരുടെ അർഹമായ സേവനങ്ങൾ നേടിയെടുക്കാൻ പറ്റണം എന്നുള്ളൊരു ഫിലോസഫി തന്നെയാണ് എനിക്കെപ്പോഴും. സോ അതാണ് എൻ്റെ പ്രൈമറി ഗോൾ. ദാറ്റ് ബീയിങ് സെറ്റ്, ഐ വുഡ് ഡെഫിനറ്റ്ലി ലൈക്ക് ടു വർക്ക് ഫോർ ബെറ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പെൺകുട്ടികളും നമ്മുടെ നാട്ടിലെ സ്ത്രീകളും ഒരുപാട്, കേരളം ഇത്രയും അഭ്യസ്തവിദ്യരായിട്ടുള്ള ആൾക്കാരുള്ള നാടായിട്ടും ഏറ്റവും കൂടുതൽ ക്രൈംസും സ്ത്രീകൾക്കെതിരെയാണ് ഉണ്ടാകുന്നത്. സോ അതിനൊക്കെ എന്തെങ്കിലും മാറ്റം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കൊണ്ടുവരാൻ കഴിയണേ എന്നാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. ആദരയെ സംബന്ധിച്ചിടത്തോളം ഞാൻ തുടക്കത്തിൽ ഇത് ആഗ്രഹിച്ചിട്ട് തുടങ്ങിയതല്ലെങ്കിലും ഞാൻ പഠിച്ച് വരുമ്പോൾ ഞാൻ ഓരോരുത്തരെയും ആ പ്രോസസ്സിലൂടെ കണ്ട് പഠിച്ചു വരുമായിരുന്നു. അപ്പോൾ ഓരോരുത്തരും ഞങ്ങളുടെ എത്തിക്സിൻ്റെ ആൻസറിലേക്ക് എക്സാമ്പിളായിട്ട് വരുമ്പോൾ ശരിക്കും നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് മാറാനുള്ള ഒരു ജേണിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഫോർ എക്സാമ്പിൾ TV അനുപമ എടുത്താലും നമ്മൾ ഓരോന്നിനും ബോൾഡ് ഓരോന്നിനും എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് ഇവരെയൊക്കെ കാണാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ എംപവർ ചെയ്യുന്നത് വഴി നമ്മൾ സ്വയം എംപവേർഡ് ആകാൻ പറ്റും ഈ സർവീസിലൂടെ എന്നെനിക്ക് തോന്നി. ഓക്കെ, അപ്പം രണ്ടുപേരുടെയും സ്വപ്നങ്ങൾ സർവീസിൽ കയറി കഴിഞ്ഞിട്ടും അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാ വിജയാശംസകളും. താങ്ക് യു.